ബിഗ് ബോസിൻ്റെ ലൈവിൽ ആര്യനെ സാരി ഉടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോള്. ലൈവിൽ ഇപ്പോൾ ഉള്ളൊരു ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ മലയാള സിനിമയിലെ പല കഥാപാത്രങ്ങളായി മാറാൻ പോവുകയാണ് വീട്ടിലുള്ള മത്സരാർത്ഥികൾ. ആര്യനാകുന്നത് ദിലീപ് അവതരിപ്പിച്ച മായാമോഹിനി എന്ന് പറഞ്ഞ ആ ഒരു ചിത്രത്തിലെ പെൺവേഷം കെട്ടുന്ന ദിലീപ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ക്യാരക്ടറായിട്ടാണ് ആര്യൻ അഭിനയിക്കുന്നത്. അതുപോലെ അനുമോൾ അഭിനയിക്കുന്നത് കിലുക്കം എന്ന ചിത്രത്തിലെ നന്ദിനിയായിട്ടാണ്. ആ ഒരു വട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അതുപോലെ സാബുവാൻ പട്ടണത്തി ഭൂതം എന്ന സിനിമയിലെ ഭൂതമായിട്ടാണ് മമ്മൂട്ടി അവതരിപ്പിച്ച ആ ഒരു റോളാണ്. അതുപോലെ മിന്നൽ മുരളിയിലെ ടോവിനോ ആയിട്ടാണ് അക്ബർ. ആദില പാർത്ഥസാരഥി ആയിട്ടാണ് പാർത്ഥൻ കണ്ട പരലോകം എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു ക്യാരക്ടറാണ്. നേരത്തെ പ്രൊമോ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുമ്പിടി ആയിട്ടായിരിക്കുമെന്ന്, പക്ഷേ അത് മാറിപ്പോയിരുന്നു. നെവിൻ സാമുവൽ അലക്സാണ്ടർ ആയിട്ടാണ് ഗാന്ധർവ് എന്ന സിനിമയിലെ ആ ഒരു റോളാണ് ചെയ്യുന്നത്. നൂറ കാർത്തുമ്പിയാണ് തേന്മാവിൻ കുമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിലെ കാർത്തുമ്പിയുടെ റോളാണ്. ജോക്കറായിട്ടാണ് അനീഷ്, ജോക്കർ സിനിമയിലെ ജോക്കറായിട്ടാണ് അനീഷ് വേഷം ചെയ്യുന്നത്. അതുപോലെ വേലായുധനായിട്ടാണ് ഷാനവാസ്, നരൻ സിനിമയിലെ വേലായുധൻ. ലക്ഷ്മി കസ്തൂരി ആയിട്ടാണ് അഭിനയിക്കുന്നത്. ഇവർക്ക് ഒരുങ്ങാനുള്ള വേഷവിധാനങ്ങളെല്ലാം സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാർക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് അനുമോളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആര്യന് സാരിയൊക്കെ ഉടുപ്പിച്ച് കൊടുക്കുന്നു, മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉടൻ തന്നെ ടാസ്ക് ആരംഭിക്കുന്നതായിരിക്കും. കണ്ടിട്ട് നല്ല ചിരിക്കാൻ വകയുള്ള ടാസ്ക് ആണെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടു തന്നെ അറിയാം. ഈ ഒരു ടാസ്കിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇവർ അവതരിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ സിനിമയിലെ പാട്ട് കേൾക്കുമ്പോൾ ഇവർ ആ ഒരു സ്റ്റേജിൽ വന്ന്, അവിടെ ഒരു സ്റ്റേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡാൻസ് കളിക്കാൻ. ആ സ്റ്റേജിൽ വന്ന് ഡാൻസ് കളിക്കണം എന്നതാണ് ടാസ്ക്. ബാക്കി എല്ലാ സമയങ്ങളിലും ഇവർ ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നടക്കണം. പക്ഷേ പാട്ട് കേൾക്കുന്ന സമയത്ത് ആരുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു പാട്ടാണ് കേൾക്കുന്നത്, ആ പാട്ട് കേൾക്കുന്ന സമയത്ത് അവരവിടെ വന്ന് ഡാൻസ് കളിക്കണം. ഇപ്പോൾ മിന്നൽ മുരളിയുടെ ആണെങ്കിൽ തീ മിന്നൽ തിളങ്ങി ആ ഒരു പാട്ട് കേൾപ്പിക്കും. അപ്പോൾ അവരുടെ ഒരു പാട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അവരുടെ അടുത്ത്. അപ്പോൾ അവരുടെ പാട്ട് വരുമ്പോൾ അവർ വന്ന് ഡാൻസ് കളിക്കണം. ഇതാണ് ടാസ്ക്. എന്തായാലും ലൈവിൽ ഉടനെ തന്നെ ടാസ്ക് ആരംഭിക്കുന്നതായിരിക്കും. നല്ല ചിരിക്കാൻ വകയുള്ള ടാസ്ക് ആണെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടു തന്നെ അറിയാം.